നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 326 ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം അളകാപുരിയിലെ ആ നിലാവുള്ള രാത്രിയിൽ രംഭ എന്നു പേരുള്ള ആ അപ്സര സ്ത്രീയെ ബലമായി കയ്യിൽ പിടിച്ച് അടുത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ് രാവണൻ. ഇപ്പൊ രാവണൻ രംഭ പറയുന്നുണ്ട്, അങ്ങനെ പിതൃതുല്യനാണ് എന്ന് വരെ പറയുന്നുണ്ട്, ബന്ധം പറഞ്ഞ് സ്ഥാപിക്കുന്നുണ്ട്. അപ്പം സ്വന്തം മകളെ പോലെയുള്ള ബന്ധമാണ് എന്നറിഞ്ഞിട്ടും മറ്റൊരാളുടെ ഭാര്യ, നളകൂപരൻ എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയാണ്, ആ വസ്തുത അറിഞ്ഞിട്ടും അതൊന്നും തന്നെ വകവെക്കാതെ രാവണൻ രംഭയെ ബലമായി കയറി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നീ ഒരു അപ്സര സ്ത്രീയല്ലേ, ഇതൊന്നും ഒരു വലിയ കാര്യമല്ല, ഇതൊന്നും ഒരു വലിയ തെറ്റല്ല, പ്രത്യേകിച്ചും അപ്സര സ്ത്രീകൾക്ക് എന്നാണ് രാവണൻ പറയുന്നത്. ഭയന്ന് വിറച്ച രംഭ രാവണന്റെ ആലിംഗനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കുതറി മാറി ഓടിച്ചെന്ന് ഭർത്താവായ നളകൂപരനോട് നടന്നതെല്ലാം പറഞ്ഞു. ക്ഷുഭിതനായ നളകൂപരൻ രാവണനെ ശപിക്കുകയാണ്. ഇനി ഏതെങ്കിലും സ്ത്രീയെ ഇവൻ ഇപ്രകാരം തൊടുകയാണെങ്കിൽ, സ്പർശിക്കുകയാണെങ്കിൽ അവന്റെ തല 7 നുറുങ്ങി വീണ് മരിക്കും എന്നായിരുന്നു ആ ഉഗ്രശാപം. ആ ശാപവചനം കേട്ട ദേവന്മാർ ഭേരി മുഴക്കി എന്നാണ് പറയുന്നത്. ആകാശത്ത് പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം അനുവാദമില്ലാതെ ഒരു സ്ത്രീയെയും രാവണൻ സ്പർശിച്ചിട്ടില്ല. അപ്പം നേരം പുലർന്നതോടെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സ്വർഗലോകം ജയിക്കണം, ഇതാണ് രാവണന്റെ ആഗ്രഹം. വാദ്യഘോഷങ്ങൾ മുഴങ്ങി പടയൊരുങ്ങി. ഇന്ദ്രനാകട്ടെ, അത് ദേവേന്ദ്രനാകട്ടെ, ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ചു. അദ്ദേഹം ഓടി പാൽക്കടലിന്റെ തീരത്തെത്തി സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ട് സ്തുതിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അങ്ങല്ലാതെ മറ്റൊരു ആശ്രയവുമില്ല, ഈ രാവണൻ എന്ന് പറയുന്ന ഈ രാക്ഷസനെ വധിക്കണം എന്ന് സാക്ഷാൽ നാരായണനോട്, മഹാവിഷ്ണുവോട് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, രാവണനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. യുദ്ധം നടന്നാൽ നിങ്ങൾക്ക് അപമാനമുണ്ടാവും, നാണക്കേടുണ്ടാവും. എന്തുകൊണ്ട് വധിക്കാൻ കഴിയില്ല? അയാൾക്ക് ബ്രഹ്മാവിൻ്റെ വരം ലഭിച്ചിട്ടുണ്ട്. അവനെ ജയിക്കാനോ കൊല്ലാനോ ആർക്കും തന്നെ കഴിയില്ല. ഇനി ഞാൻ, മഹാവിഷ്ണു ഇടപെടുന്ന കാര്യം, ഞാൻ നേരിട്ട് എതിരിട്ടാൽ അവനെ വധിക്കാതെ എനിക്ക് പിന്മാറാൻ കഴിയില്ല. ഞാൻ മഹാവിഷ്ണുവാണ്. ഞാൻ രാവണനുമായിട്ട് പറയുന്ന രാക്ഷസൻ നേരിട്ട് യുദ്ധത്തിന് പോയിട്ട് എനിക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു യുദ്ധത്തിൽ നിന്ന് എനിക്ക് പിന്മാറാനും കഴിയില്ല. പക്ഷേ അതിനൊക്കെ ഒരു സമയം വരും. ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വരാനും കഴിയില്ല. മറ്റൊരവസരം വരട്ടെ, അതുവരെ എന്തായാലും കാക്കണം, കാത്തേ പറ്റൂ. ഏതായാലും ദേവേന്ദ്ര, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, രാവണനെ വധിക്കാം, അതിനുള്ള സമയമാകട്ടെ. അവസാന വിജയം എന്തായാലും ഉണ്ടാകും. ആകുമ്പോൾ, അവന്റെ സമയമാകുമ്പോൾ അവൻ വധിക്കപ്പെടും, ഇതെനിക്ക് ഉറപ്പാണ്. അപ്പൊ ഈ ദൗത്യം തൽക്കാലം വിജയിച്ചില്ല. മഹാവിഷ്ണുവിനെ വന്ദിച്ച് ഇന്ദ്രൻ തിരികെ പോയി. ഇനിയിപ്പോ യുദ്ധം ചെയ്തേ പറ്റൂ. യുദ്ധകോലാഹലം മുഴങ്ങി, യുദ്ധം തുടങ്ങി. ആന, തേര്, കാലാൾ പടകളെല്ലാം തന്നെ ഈ യുദ്ധത്തിൽ പങ്കുചേരുകയാണ്. ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒരു ഘട്ടത്തിൽ രാക്ഷസ സൈന്യം ചിതറി പിന്നോട്ട് ഓടി. ഈ സമയത്ത് രാവണന്റെ മകനായ മേഘനാഥന് കോപം അടക്കാനായില്ല. അയാൾ തേരിൽ കയറി അമ്പുകൾ എയ്ത് ദേവന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ആ വരവ് കണ്ടപ്പോൾ തന്നെ ദേവന്മാർ കടുവയെ കണ്ട പശുക്കൂട്ടത്തെ പോലെ തിരിഞ്ഞോടി എന്നാണ് രാമായണത്തിൽ ഉപമിച്ചിരിക്കുന്നത്. ഇന്ദ്രൻ അവരോട് പറഞ്ഞു, ദേവേന്ദ്രൻ അവരോട് പറഞ്ഞു, തിരിഞ്ഞോടരുത്, എൻ്റെ മകൻ ജയന്തൻ ഇതാ വരുന്നു യുദ്ധഭൂമിയിലേക്ക്, നിങ്ങൾ അവന് സഹായമായി നിലകൊള്ളുക. അപ്പൊ അങ്ങനെ രാവണന്റെ മകൻ മേഘനാഥനും ദേവേന്ദ്രന്റെ മകൻ ജയന്തനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിന് കളമൊരുങ്ങി. ആദ്യം ശരവർഷമാണ് ഉണ്ടായത്. ജയന്തൻ ആ യുദ്ധത്തിനിടയ്ക്ക് ഒന്ന് തളർന്നു, പിന്നെയും എഴുന്നേറ്റ് വന്നു. അപ്പൊ ദേവന്മാരും അസുരന്മാരും, അതായത് ഇരു കൂട്ടരും ഘോര യുദ്ധത്തിനിടയിൽ അവശരായി വീണു. ജയന്തനും മേഘനാഥനും പരസ്പരം തേരാളികളെ, ജയന്തൻ മേഘനാഥന്റെ തേരാളിയെയും മേഘനാഥൻ ജയന്തന്റെ തേരാളിയെയും
അമ്പെയ്ത് വീഴ്ത്തി. അപ്പൊ തേരിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ബാണത്തിന് പുറമെ കുന്തം, വാൾ, ഗദ, ശൂലം, മഴു ഇതെല്ലാം മേഘനാഥൻ ജയന്തന്റെ ശരങ്ങൾക്ക് മറുപടിയായി പ്രയോഗിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ ദേവേന്ദ്രന്റെ മകനായ ജയന്തന് സമുദ്രത്തിൽ പോയി ഒളിക്കേണ്ടി വന്നു. അപ്പൊ സാക്ഷാൽ ദേവേന്ദ്രൻ ഈ സമയത്ത് സ്വന്തം മകൻ തന്നെ പരിഭ്രാന്തനായി സമുദ്രത്തിൽ പോയി ഒളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ സാക്ഷാൽ ദേവേന്ദ്രൻ യുദ്ധത്തിനായി ഇതാ മുന്നോട്ട് വരികയാണ്. ദേവേന്ദ്രൻ മുന്നോട്ട് വന്നപ്പം രാവണൻ സ്വന്തം മകനായ മേഘനാഥനെയും മാറ്റി നിർത്തി, ഞാൻ നേരിട്ട് ഏറ്റുമുട്ടിക്കൊള്ളാം. അങ്ങനെ രാവണനും ദേവേന്ദ്രനും തമ്മിൽ നേരിട്ട് മഹായുദ്ധത്തിന്, ഉഗ്രയുദ്ധത്തിന് കളമൊരുങ്ങി. ഇപ്പൊ രാവണനെ സഹായിക്കാനായി സഹോദരനായ കുംഭകർണൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന് ദേവന്മാരെ യുദ്ധം ചെയ്ത് വീഴ്ത്തി. അത് കുംഭകർണൻ രാവണന്റെ സഹായത്തെത്തിയപ്പോൾ ഇന്ദ്രന്റെ സഹായത്തിന് വില്ലാളി വീരനായിട്ടുള്ള വളരെ ധീരനായിട്ടുള്ള രുദ്രൻ വന്നു. ആ രുദ്രനാകട്ടെ രാക്ഷസ വീരന്മാരെയും കൊന്നൊടുക്കി. അങ്ങനെ ആ പ്രദേശമാകെ രക്തം പുഴ പോലെ ഒഴുകുകയാണ്, പോലെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഘോര യുദ്ധത്തിന്റെ ഇടയ്ക്ക് ലോകം ഇങ്ങനെ ഇരുട്ട് കൊണ്ട് മൂടി, ലോകം അന്ധകാരത്തിലായി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം അടുത്ത ലക്കത്തിൽ, 327ാമത് ലക്കത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.